റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ആണ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്. പ്രിസത്തിൽ കൂടെ ഒരു ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ അതിന്റെ പാത്തിന് എന്താണ് സംഭവിക്കുന്നത്? ദിസ് ഇസ് ദ ഇൻസിഡന്റ് ലൈറ്റ് റേ. ലൈറ്റ് റേ ഈ പ്രിസത്തിന്റെ ഈ സൈഡില് വന്നു വീഴുകയാണ്. ഈ വന്നു വീഴുന്ന പോയിന്റ് ഒരു നോർമൽ വരയ്ക്കുന്നുണ്ട്. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. Then this is a refracted ray. അപ്പോ ഈ സൈഡിലെ റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം ലൈറ്റ് റേ ബെൻഡ് ചെയ്തു ഇങ്ങനെ പോവാണ്. ഇനി രണ്ടാമത്തെ സൈഡിലും റിഫ്രാക്ഷൻ നടക്കുന്നു. പ്രിസത്തിൽ നിന്ന് ലൈറ്റ് റേ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോ അവിടെയും റിഫ്രാക്ഷൻ നടക്കുന്നു. And this is the finally emerging ray. Incident ray, then refracted ray, and this is also another refracted ray which is also called emerging ray. ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്രാക്ടിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം. ഓക്കെ, അപ്പൊ മിക്കവാറും ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഇക്വിലാറ്ററൽ പ്രിസം ആണ്. സോ ആംഗിൾ ഓഫ് പ്രിസം മിക്കവാറും 60 ഡിഗ്രി ആയിരിക്കും. Then ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദി ഫസ്റ്റ് ഫേസ് R1. ഇവിടത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 എന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഈ സൈഡിൽ വന്ന് വീഴുന്നത്. അപ്പൊ അകത്തെ രണ്ട് ആംഗിൾസ് R1 ആൻഡ് R2, ആൻഡ് ദിസ് ഈസ് ദി ഫൈനലി എമർജിംഗ് ആംഗിൾ. ഇവിടുത്തെ നോർമലും ഫൈനലി എമർജിംഗ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് എമർജൻസ്. ഇനി ഇവിടെ വരച്ചിരിക്കുന്ന രണ്ട് നോർമലും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ നോർമൽ ഇങ്ങോട്ടേക്കും ആ നോർമൽ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് ദീസ് നോർമൽസ് മീറ്റ് അറ്റ് ദ പോയിന്റ് N. അതുപോലെ ഇവിടെ ഡീവിയേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻസിഡന്റ് റേക്ക് അതിന്റെ പാത്തിന് വ്യത്യാസമൊന്നും വന്നില്ലായിരുന്നെങ്കിൽ അത് നേരെ പോയേനെ അല്ലെ. ആൻഡ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫൈനലി എമർജിംഗ് റേ. ഈ രണ്ട് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതായത് വന്ന് പതിക്കുന്ന റേ, ഇൻസിഡന്റ് റേ എന്തുമാത്രം ഡീവിയേഷൻ സംഭവിച്ചു, ഇൻസിഡന്റ് റേക്ക് എന്തോ ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ദിസ് ഇസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡന്റ് റേ ആൻഡ് ഫൈനലി എമർജിംഗ് റേ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് ഈ പാത്ത് ഓഫ് ലൈറ്റ് റേയും ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് പ്രിസവും മാർക്ക് ചെയ്യാൻ മാത്രമായിട്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പ്രിസം വരയ്ക്കുക. പ്രിസം വരച്ചിട്ട് you have to draw incident ray, then it undergo refraction and goes like this, and this is the finally emerging ray. ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പ്രിസം. then incident ray ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ഡോട്ടഡ് ലൈൻ ഇട്ട്. അതുപോലെ ഫൈനലി എമർജിംഗ് റേയും വരയ്ക്കുക ഡോട്ടഡ് ലൈൻ ഇട്ട്. ഇത് തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. So in this class we are going to derive an equation for refractive index of the material of the prism. Prismത്തിന്റെ മെറ്റീരിയൽ യൂഷ്വലി ഗ്ലാസ്. ആ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാണ് ചെയ്യുന്നത് യൂസിംഗ് സ്നെൽസ് ലോ. വി നോ സ്നെൽസ് ലോ n is equal to sin I by sin R. Sin I by sin R equal to refractive index of the second medium with respect to first. ഇവിടെ ഈ ക്വാഡ്രിലാറ്ററൽ AQNR എടുക്കാം. AQNR. അപ്പോ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം സപ്ലിമെന്ററി ആയിരിക്കും. അതായത് A പ്ലസ് N, ഈ ആംഗിളിന്റെയും ഈ ആംഗിളിന്റെയും കൂടെ സം ഇസ് ഈക്വൽ ടു 180 degree. Angle A plus angle N is equal to 180 degree. Okay. And from this triangle QNR എന്ന് പറയുന്ന ഈ ട്രയാംഗിളിൽ നിന്ന് മൂന്ന് ആംഗിൾസ് ഏതൊക്കെയാണ്? R1, R2 and N. മൂന്ന് ആംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. R1 plus R2 plus N is equal to 180 degree. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യാം. റൈറ്റ് സൈഡ് സെയിം ആണ്, സോ ലെഫ്റ്റ് സൈഡും സെയിം ആണ്. A plus N is equal to 180 degree. R1 plus R2 plus N is equal to 180 degree. So we can write A is equal to R1 plus R2. ഇത് രണ്ടും സെയിം ആണല്ലോ. ബാക്കിയെല്ലാം സെയിം ആയ സ്ഥിതിക്ക് A is equal to R1 plus R2.
സോ എ ഈക്വൽ ടു R1 പ്ലസ് R2 അതിന് ഇക്വേഷൻ 1 എന്ന് പേര് കൊടുത്തു. ഇനി ഈ ട്രയാങ്കിൾ നമ്മള് ഇവിടെ പേര് കൊടുക്കാം QMR എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നോക്കുക. ഇവിടെ ഇത് D ആണെങ്കിൽ ഇത് എത്രയാണ്? 180 മൈനസ് D. ഇനി ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ I ആവുമ്പോൾ ഈ മൊത്തം ആംഗിൾ I ആണ്. അപ്പോൾ ദിസ് ഇസ് I1 മൈനസ് I മൈനസ് R1. I മൈനസ് R1. സിമിലർലി ഈ ആംഗിൾ I ആയതുകൊണ്ട് ഇത് ഈ ആംഗിള് ആംഗിൾ ഓഫ് എമർജൻസ് ആയതുകൊണ്ട് ഈ ആംഗിളും ആയിരിക്കും. അപ്പോ ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് E മൈനസ് R2. സോ ഈ ട്രയാങ്കിളിനുള്ളിലെ 3 ആംഗിൾസ്, ഒന്ന് 180 മൈനസ് D, ഒന്ന് I മൈനസ് R1, മൂന്നാമത്തത് E മൈനസ് R2. അതിന്റെ മൂന്നിന്റെ കൂടെ സം 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. അതായത് 180 മൈനസ് D, I മൈനസ് R1 and E മൈനസ് R2. ഇതിന്റെ മൂന്നിന്റെയും കൂടെ സം ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ 180 കട്ടായി പോയിട്ട് ഈ മൈനസ് ഡിനെ അപ്പുറത്തേക്ക് എഴുതാം. അതാണ് I പ്ലസ് E മൈനസ് R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു D. ഇവിടെ I E ആദ്യം എഴുതി. ഇനി മൈനസ് R1 ഉണ്ട്, മൈനസ് R2 ഉണ്ട്. അത് കോമൺ ആയിട്ട് മൈനസ് ഓഫ് R1 പ്ലസ് R2 എന്ന് എഴുതി. ഇനി മൈനസ് D അപ്പുറത്തേക്ക് എഴുതി. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു D എന്ന് എഴുതി. ഈ വാട്ട് ഈസ് R1 പ്ലസ് R2 അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു A. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I പ്ലസ് E മൈനസ് A ഈക്വൽ ടു D. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ 2 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ വരുമ്പോൾ ദിസ് ഇക്വേഷൻ ഇതുവരെ ഡിറൈവ് ചെയ്യാനും എക്സാമിന് ഈ 2 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? A ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആൻഡ് D എന്ന് പറയുന്നത് ഡീവിയേഷൻ, ഇൻസിഡന്റ് റേ, എമർജന്റ് റേ, ഇത് തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇൻസിഡന്റ് റേ ഈ എമർജിംഗ് റേയിൽ നിന്ന് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്താൽ നിൽക്കുന്നത്. സോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ID കർവ് നോക്കാം. ID കർവ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡീവിയേഷനും കണക്ട് ചെയ്യുന്ന ആംഗിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് അത് മനസ്സിലാക്കാം. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്ന അനുസരിച്ച് നോക്കിക്കേ, ഇവിടെ ഡീവിയേഷൻ കുറഞ്ഞു വന്ന് ഏറ്റവും മിനിമത്തിൽ എത്തുന്നു. പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ വാല്യൂ കൂടി വരുന്നു. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്ന അനുസരിച്ച് ഡീവിയേഷൻ കുറയുന്നു, മിനിമം വാല്യൂ എത്തുന്നു, ദെൻ ഇൻക്രീസ് ചെയ്യുന്നു. ആ മിനിമം വാല്യൂ ഓഫ് ഡീവിയേഷൻ ഇവിടെ ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്തേക്കണം. ഇത് ക്യാപിറ്റൽ D എന്താണ്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, മിനിമം ഡീവിയേഷനില് ഈ റേ, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ റേ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ, QR എന്ന് പറയുന്ന ആ റിഫ്രാക്റ്റഡ് റേ ഈ സൈഡിന്, ഈ പ്രിസത്തിന്റെ ഈ സൈഡിന് പാരലൽ ആയിട്ട് നിൽക്കും. ഓൾസോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും സെയിം ആയിരിക്കും. അറ്റ് മിനിമം ഡീവിയേഷൻ I ഇസ് ഈക്വൽ ടു E. ഐയും ഇയും സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും R1 ഉം R2 ഉം സെയിം ആയിരിക്കും. ഓക്കെ. So at minimum deviation, the refracted ray will be parallel to the base of the prism and angle of incidence is equal to angle of emergence. So R1 and R2 will be same. ഈ condition നമുക്ക് ഇതില് apply ചെയ്യാം. മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ഡീവിയേഷനിൽ ഐയും ഇയും സെയിം ആണ്, R1 and R2 സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ A ഇസ് ഈക്വൽ ടു R1 ഉം R2 ഉം സെയിം ആണ്, അതിന് R എന്ന് കൊടുക്കാം. അതായത് R പ്ലസ് R, A ഇസ് ഈക്വൽ ടു 2R എന്ന് വരും. ഓർ തിരിച്ച് R ഇസ് ഈക്വൽ ടു A by 2 എന്ന് വരും. അപ്പൊ R ഇസ് ഈക്വൽ ടു A by 2. ഇത് നമുക്ക് സ്നെൽസ് ലോയിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷനില് ഐയും ഇയും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോ D എന്ന് പറയുന്ന മിനിമം ഡീവിയേഷനിൽ നമ്മൾ ക്യാപിറ്റൽ D എന്നാണ് എഴുതുന്നത്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന് ക്യാപിറ്റൽ D എന്ന് എഴുതും. അപ്പൊ സോ ക്യാപിറ്റൽ D is equal to I plus E. E is also equal to I, so 2I. I plus I 2I എന്ന് എഴുതാം.
മൈനസ് എ അങ്ങനെ എഴുതാം. 2i മൈനസ് എ എന്ന് വന്നു. സോ 2i മൈനസ് എയില് വാട്ട് ഈസ് 2i ഈക്വൽ ടു? അപ്പൊ 2i ഈക്വൽ ടു ഈ മൈനസ് എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എ പ്ലസ് ഡി എന്ന് വരും. ഓർ ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2. ഓക്കെ, അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു എ ബൈ 2. ഇനി നമുക്ക് സ്നെൽസ് ലോയിൽ ഇത് അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ സ്നെൽസ് ലോ? n ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. Sin, what is I equal to? A plus D by 2. A plus D by 2 and R എന്ന് പറയുന്നത് A by 2. Sin R ന് sin A by 2 എന്ന് പറയും. So, this is the equation for refractive index of the material of the prism. അപ്പോൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? Angle of prism A and angle of minimum deviation B. അപ്പൊ നമ്മുടെ എക്സാമിന് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 3 ഇക്വേഷനും ഡെറിവേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ A is equal to R1 plus R2. Second one, angle of deviation D is equal to I plus C. And refractive index of the material of the prism. അതിന്റെ ഇക്വേഷൻ ആണ് എസ്സേ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. n is equal to sin a plus d by 2 divided by sin a by 2. ഇനി പ്രിസത്തിൽ കൂടെ ഉള്ള റിഫ്രാക്ഷന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ നമ്മള് ഈ റേ ഡയഗ്രാം വരയ്ക്കുക. ഇതിലെ ലൈറ്റ് റേ പോകുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കണം. ഓൾസോ ആംഗിൾ ഓഫ് ഡീവിയേഷനും പ്രിസവും. ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത് ഈ മുകളിലത്തെ ആംഗിൾ ആണ്, റിഫ്രാക്ടിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം എ. ആൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റ് റേയും പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഈ ലൈറ്റ് റേ പുറകോട്ടും ഇത് മുന്നോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ.